ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന 2 അപ്ഡേറ്റുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഓരോ അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ചാനൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ എന്നത്. അതായത് നമുക്കറിയാം, നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിന്റെ ഓണർഷിപ്പ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഓണർഷിപ്പ് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചാനലിന്റെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ താഴെ ട്രാൻസ്ഫർ ഓണർഷിപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ചാനലിന്റെ ഓണർഷിപ്പ് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിനായിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ആഡ് ചെയ്തിരിക്കണം. മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു അഡ്മിനെങ്കിലും ആഡ് ചെയ്ത് വെച്ചിരിക്കുക. അതിനുശേഷം ഇവിടെ ട്രാൻസ്ഫർ ഓണർഷിപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ട ആ ഒരു ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള അഡ്മിൻസിന്റെ ഡീറ്റെയിൽസ്, ആ ഒരു ചാനലിലെ നിലവിലുള്ള അഡ്മിൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ആർക്കാണോ നിങ്ങളുടെ ആ ഒരു ഓണർഷിപ്പ് ഷെയർ ചെയ്യേണ്ട, ചാനലിന്റെ ഓണർഷിപ്പ് ഷെയർ ചെയ്യേണ്ട ആ ഒരു കോണ്ടാക്ട് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ ഡിസ്മിസ് യുവർ സെൽഫ് ആസ് അഡ്മിൻ എന്നതുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ചാനലിന്റെ അഡ്മിൻ എന്നുള്ള പദവി വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു പദവി വേണം, അതുപോലെ ഈ ഒരു ഓണർഷിപ്പ് വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്മിസ് യുവർ സെൽഫ് ആസ് അഡ്മിൻ എന്ന് പറയുന്ന അടുത്തുള്ള ആ ഒരു ടിക്ക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്താൽ മതി. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാട്സപ്പ് അക്കൗണ്ട് കാണുമല്ലോ, ആ ഒരു നമ്പർ കാണുമല്ലോ, ആ ഒരു വാട്സപ്പ് അക്കൗണ്ടിൻ്റെ ഫോൺ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിന് ശേഷം ഇവിടെ ട്രാൻസ്ഫർ എന്നതുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഓണർഷിപ്പ് ഇവിടെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ അഡ്മിനാക്കി വെച്ചിരിക്കുന്ന അപ്പോൾ ആ ഒരു വ്യക്തി ഇവിടെ ഓണർ എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നേരത്തെ അഡ്മിൻ എന്നായിരുന്നു, അത് മാറിയിട്ട് ഇവിടെ ഓണർ എന്നായി. അതുപോലെ നമ്മളിപ്പോഴും അഡ്മിൻ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു അഡ്മിൻ സ്ഥാനം ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നതാണ്. ഇവിടെ ഡിസ്മിസ് യുവർ സെൽഫ് ആസ് അഡ്മിൻ എന്നതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഡ്മിൻ സ്ഥാനം ഉണ്ടല്ലോ, ആ ഒരു അഡ്മിൻ സ്ഥാനം ഇപ്പോൾ മാറ്റിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് ഡിസ്മിസ് യുവർ സെൽഫ് ആസ് അഡ്മിൻ എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അഡ്മിൻ അല്ലാതാവുന്നതായിരിക്കും. പിന്നീട് ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു വ്യക്തി മാത്രമായിരിക്കും ചാനലിൻ്റെ ഓണർ, അതുപോലെ അഡ്മിനും ആ വ്യക്തിയൊക്കെയായിരിക്കും പിന്നീട് ഈ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഡിസേബിൾ ചാനൽ റിയാക്ഷൻ എന്നത്. അതായത് നമുക്കറിയാം, ചാനലിലൂടെ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ അയക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ റിയാക്ഷൻ ഒക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളല്ല, നിങ്ങളുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ ചാനലിലോട്ട് ഏതെങ്കിലും ഇതുപോലെ സ്റ്റിക്കർ ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചാനലിൻ്റെ സെറ്റിങ്സ് നോക്കാം. ഇവിടെ ചാനൽ സെറ്റിങ്സിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പം എനി ഇമോജീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലോട്ട് നമ്മുടെ ഫോളോവേഴ്സ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പെർമിഷൻ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡിഫാൾട്ട് ഓൺലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇമോജീസ് മാത്രമേ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ ചാനലിലോട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നൺ എന്നത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമോജീസും നമ്മുടെ ചാനലിലോട്ട് ആർക്കും സെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നൺ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ഇമോജീസ് നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾക്കൊഴിച്ച് വേറെ ഒരു മെമ്പർക്കും അത്തരത്തിലുള്ള ഇമോജീസ് ഒന്നും നിങ്ങളുടെ ചാനലിലോട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷനിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളൊരു ചാനൽ റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 2 അപ്ഡേറ്റാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ 2 അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കുക. നിങ്ങൾ വാട്സപ്പ് ബീറ്റാ വെർഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്ക ബീറ്റാ യൂസേഴ്സിനും ഈ അപ്ഡേറ്റുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്.
അപ്പം ഇത്രേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.